ഒരു ബോംബാണ് ഞങ്ങൾക്ക് ബോധ്യമുണ്ടായത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിൽ 187 തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിൽ പ്രസംഗിച്ചപ്പോ 119 ഉപയോഗിച്ച ഒരു വാക്കുണ്ട്, ഒരേ ഒരു വാക്ക്. 119 പ്രസംഗങ്ങളിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അത് പറയുന്നു. ആ വാക്ക് മുസ്പേഡിയ, നുഴഞ്ഞുകയറ്റക്കാർ. ആരാണ് നുഴഞ്ഞുകയറ്റക്കാർ? ജിൻകെ ജ്യാദെ ബच्चे, കൂടുതൽ കുട്ടികളുള്ളവർ. മറ്റൊരു പ്രസംഗത്തിൽ പറഞ്ഞു അവര് മദർസയുടെ ആളുകളാണ്. മറ്റൊരു പ്രസംഗത്തിൽ പറഞ്ഞു അവര് മറ്റന്റെ ആളുകളാണ്. വേറൊരു പ്രസംഗത്തിൽ പറഞ്ഞു അവര് മുജറയുടെ ആളുകളാണ്. മറ്റൊരു പ്രസംഗത്തിൽ പറഞ്ഞു ആ നുഴഞ്ഞുകയറ്റക്കാരുടെ ഇന്ത്യ അധികാരത്തിൽ വന്നാൽ രാം മന്ദിറിന്, രാമക്ഷേത്രത്തിന് ബാബരി എന്നാണ്. ബാബരിയുടെ താഴിട്ട് രാമക്ഷേത്രം പൂട്ടിക്കളയും. ഏറ്റവും ഒടുവിൽ മംഗല്യസൂത്രം, എന്റെ അമ്മമാരെ, സഹോദരിമാരെ, അവർ വന്നാൽ നിങ്ങളുടെ കെട്ടുതാലി പോലും പറിച്ചെടുക്കുമെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രസംഗിച്ചു. അതിന് മുഴുവൻ അയാൾ കണ്ടുപിടിച്ച വാക്കാണ് മുസ്പേഡിയ, നുഴഞ്ഞുകയറ്റക്കാർ. കേരളത്തിലെ CPM അതുപോലെ ഒരു വാക്കാണ് കണ്ടുപിടിച്ചത്. നമ്മളും മരിച്ചു മണ്ണടിഞ്ഞാൽ നമ്മുടെ മക്കൾ ഇവിടെ ജീവിക്കുമ്പോ അവരുടെ മനസ്സിലും വെറുപ്പിന്റെ ഒരു പുകബോംബ് പോലെ കിടന്ന് മാറ്റാൻ മാത്രം മാരകമായ ശേഷിയുള്ള ഒരു ബോംബ് ഒരു പാതിരാവിൽ ഉണ്ടാക്കി അവർ വടകരയിലെ മനുഷ്യരുടെ മനസ്സിൽ കുടിച്ചിട്ടത് ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ, ഒരു MP ഉണ്ടാക്കാൻ. ഞങ്ങള് ഈ പോരാട്ടം നടത്തിയില്ലായിരുന്നുവെങ്കിൽ അത് ലീഗിന്റെ തലയിൽ നിന്ന് മാറാപ്പ വെറുപ്പ് തലമുറകളിലേക്ക് വളരുമായിരുന്നു. ഈ വടകരയിലെ മനുഷ്യർ പതിറ്റാണ്ടുകൾ കൊണ്ടുണ്ടാക്കിയ സാഹോദര്യം എല്ലാ കാലത്തും തകർക്കാൻ പോകുന്ന ഒരു വിഷവിത്ത് പോലെ അത് ഈ മണ്ണിൽ കിടന്ന് വളരുമായിരുന്നു. അതൊരു വെറുപ്പിന്റെ മരമായി മാറുമായിരുന്നു. ഈ പേരാമ്പ്രയിലും വടകരയിലും കുറ്റ്യാടിയിലും നാദാപുരത്തും തലശ്ശേരിയിലും കൂത്തുപറമ്പിലും ഒക്കെ ഏതു നിമിഷവും ഒരു കലാപം ഉണ്ടാക്കാം. RSSന് അത് ആയുധമാകുമായിരുന്നു. ഞാൻ അവസാനിപ്പിക്കുന്നു. ഇപ്പോ എന്റെ മുന്നിൽ കൂടി നിൽക്കുന്ന മനുഷ്യർക്ക് മുഴുവൻ ഒരു ബോധ്യമുണ്ടെന്നാണ്, ഇത് യൂത്ത് ലീഗ് ചെയ്തതല്ല. ഞങ്ങൾ ഇപ്പോഴും കേരളത്തിന്റെ മുൻപിൽ നിൽപ്പുണ്ട്. ഈ പ്രളയകാലത്ത് യൂത്ത് ലീഗിന്റെ വൈറ്റ് കാർഡ് മലയാളികളുടെ മനസാക്ഷിയുടെ മുന്നിൽ നിൽപ്പുണ്ട്. മുണ്ടക്കൈയിൽ 500-ലേറെ മനുഷ്യരെ മലയാളക്കരയ്ക്ക് നഷ്ടമായ ആ ദുരന്ത ഭൂമിയിൽ മണ്ണിന്റെ മാറുപിറന്ന് കരിങ്കല്ലും പ്രളയജലവും കുത്തിയൊഴുകി വന്ന് മനുഷ്യരുടെ ജീവിതത്തെ മക്കിത്തുടച്ചു പോയപ്പോ കയ്യിൽ പോയ പോത്തുകളിൽ പോയ മുസ്ലിം യൂത്ത് ലീഗിന്റെ വൈറ്റ് ഗാർഡ് പറഞ്ഞത്, ഞങ്ങൾ 3-ാം ദിവസം നിലമ്പൂരിലെ പോത്തുകല്ല് പുഴയിൽ മനുഷ്യരുടെ ശവശരീരങ്ങൾ, മൃതശരീരങ്ങൾ കണ്ടെടുക്കാൻ ഇറങ്ങിയപ്പോ ഞങ്ങൾക്ക് ജോലി എളുപ്പമായി. ഞങ്ങളുടെ മൂക്കിലേക്ക് അടിച്ചു വരുന്ന ചീഞ്ഞ മനുഷ്യമാംസത്തിന്റെ ഗന്ധം പിടിച്ചിട്ടാണ് പോയത്. അവിടെ ചെല്ലുമ്പോ ചിലപ്പോ വെള്ളത്തിൽ മരക്കെട്ടുകൾക്കിടയിൽ പാറയിൽ തങ്ങി തലയില്ലാത്ത ഒരു ഉടലുണ്ടാകും, ഉടലില്ലാത്ത ഒരു തലയുണ്ടാകും, അറ്റുപോയ ഒരു കാലുണ്ടാകും, വേർപെട്ടു പോയ ഒരു കൈയുണ്ടാവും, ചെടിപ്പടർപ്പുകൾക്കിടയിൽ തടുങ്ങിക്കിടക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളുടെ ഭൗതിക ശരീരം ഉണ്ടാകും. ഒരറപ്പുമില്ല, ഒരു വെറുപ്പുമില്ല. അത് മാറോട് ചേർത്ത് പിടിച്ച് പ്രളയജലം കുത്തിയൊഴുകുന്ന പുഴ മുറിച്ചു കിടന്ന് മലയാളിയുടെ കൈകളിലേക്ക് ആ മനുഷ്യരുടെ ഭൗതിക ശരീരങ്ങളെ മുന്നിൽ കണ്ട് മുണ്ടക്കൈയിൽ ഓർമ്മയുണ്ട്, ബെയിലി പാലം നിർമ്മിച്ചിട്ടാണ് പട്ടാളം പോയത്. ആ പുഴ കുറിച്ച് കിടന്ന് അവരെ രക്ഷപ്പെടുത്തിയ വൈറ്റ് ഗാർഡിന്റെ രൂപത്തിൽ, വെളുത്ത മാലാഖമാരുടെ രൂപത്തിൽ നിറതേജസ്സോടെ യൂത്ത് ലീഗ് കേരളത്തിന്റെ മനസാക്ഷിയുടെ മുന്നിൽ നിൽക്കുമ്പോഴാണ് നാണം കെട്ട ഏർപ്പാട്, ഈ വൃത്തികെട്ട ഏർപ്പാട് ചെയ്യുന്നതിന്റെ പേരിൽ DYFI തലകുമ്പിട്ട് നിൽക്കുന്നത്. ആരാന്റെ അടുക്കളയിൽ ഉണ്ടാക്കിയ ചോറ് പൊതിഞ്ഞു വാങ്ങിയിട്ട് അതിന്റെ പുറത്ത് DYFI എന്ന സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ഔദാര്യപൂർവ്വം കൊണ്ടു കൊടുക്കുന്ന ഏർപ്പാടല്ല. 3-4 ദിവസക്കാലം ആയിരക്കണക്കിന് പേർക്ക് മുണ്ടക്കൈയിൽ കീസയിൽ നിന്ന് അധ്വാനിച്ച പണം ചെലവാക്കി ഭക്ഷണം വിളമ്പിക്കൊടുത്തവരെന്നാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ വൈറ്റ് കാർഡ്. ഈ കാലഘട്ടത്തിൽ അടയാളപ്പെടുത്തപ്പെടുന്നത് നിങ്ങൾ എത്ര നടന്നാലും
എത്ര ഓടിയാലും തീരാത്ത ദൂരമുണ്ട് സഖാക്കളെ. നിങ്ങളിൽ നിന്ന് ഞങ്ങളിലേക്ക്. ഞങ്ങള് വെറുപ്പ് പ്രചരിപ്പിച്ചവരല്ല, വർഗീയത വിളമ്പിയവരല്ല, സ്നേഹം പ്രചരിപ്പിച്ചവരാണ്, അന്നം വിളമ്പിയവരാണ്, മനുഷ്യനെ ചേർത്ത് വിളിച്ചവരാണ്. നിങ്ങൾ അത്ര നുണബോംബുകൾ ഉണ്ടാക്കിയാലും സൂര്യ തേജസ്സോടെ ഈ നാടിന്റെ ആകാശത്ത് ഞങ്ങളുടെ ഈ പ്രിയപ്പെട്ട പൊൻപതാക പാറിക്കളിക്കുക തന്നെ ചെയ്യും. സംശയം വേണ്ട നിങ്ങൾക്ക്. ഇതിനപ്പുറത്ത് ഈ പ്രതികളെ പിണറായി വിജയന്റെ സംരക്ഷണ കവചത്തിൽ ഒളിച്ചു പിടിക്കാം എന്നാരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ വിദേശികം പുറകിലേക്ക് നീളുന്ന കാഫിർ വിവാദത്തിലെ ചങ്ങലക്കണ്ണികളെ പകൽ വെളിച്ചത്തിൽ കേരളത്തിന്റെ മുന്നിൽ നിർത്തിയിട്ടല്ലാതെ ഞങ്ങൾക്ക് വിശ്രമമില്ല എന്ന് കൂടി പ്രഖ്യാപിച്ചുകൊണ്ട്